എല്ലാവർക്കും നമസ്കാരം. മംഗല്യ പുഷ്പാർച്ചനയ്ക്കും ശത്രു സംഹാരാർച്ചനയ്ക്കും പേരുകേട്ട ഒരു ദേവീക്ഷേത്രം. കാര്യസാധ്യത്തിനായി ആടും കോഴിയും പശുക്കുട്ടികളെയും നേർച്ചയായി സ്വീകരിക്കുന്ന ഒരു ക്ഷേത്രം. ഇത്തരത്തിലൊരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കാണണേ. തിരുവനന്തപുരം ജില്ലയിലെ നഗരാതിർത്തിയിൽ വടക്ക് കിഴക്ക് മാറിയുള്ള പുരാതനമായ ശ്രീ മഹാചാമുണ്ഡീദേവി ക്ഷേത്രമാണ് തൊഴുവൻകോട്. വട്ടിയൂർക്കാവിനോട് ചേർന്നുള്ള ശാലീന സുന്ദരമായ പ്രദേശമാണ് തൊഴുവൻകോട് എന്നറിയപ്പെടുന്നത്. ഒരു കാലത്ത് നിബിഡ വൃക്ഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഈ സ്ഥലം തൊഴുവൻകാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പരാശക്തിയായ ചാമുണ്ഡി ദേവി ഇവിടെ കുടികൊണ്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ദിവ്യസ്ഥാനം തൊഴുവൻകോട് എന്നായി മാറിയത്. തിരുവിതാംകൂർ രാജകുടുംബവും എട്ടുവീട്ടിൽ പിള്ളമാരും അമ്മയുടെ ഭക്തനും കളരിയാശാനുമായ മേക്കാട് പണിക്കരുമായും ബന്ധപ്പെട്ടതാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. എട്ടുവീട്ടിൽ പിള്ളമാരിൽപ്പെട്ട കഴക്കൂട്ടത്തെ പിള്ളയുടെ ആശ്രിതനായിരുന്നു കളരിപ്പണിക്കർ. അദ്ദേഹം ആരാധിച്ചിരുന്ന വിഗ്രഹമായിരുന്നു ചാമുണ്ടേശ്വരിയുടേത്. കഴക്കൂട്ടത്ത് പിള്ളയെ വകവരുത്താനുള്ള ശ്രമം ദേവിയുടെ ശക്തി കൊണ്ട് നടക്കാതെ വന്നപ്പോൾ പ്രാർത്ഥനയുടെ വഴി തേടി. പ്രാർത്ഥനയുടെ ഫലമായി ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെടുകയും അവരുടെ ആവശ്യപ്രകാരം പിള്ളയുടെ ഭവനത്തിൽ നിന്നും ദേവി അകന്നു പോവുകയും ത്രിമൂർത്തികളാൽ കാട്ടിൽ കുടിയിരുത്തപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് തൊഴുവൻകോട്ട് പ്രതിഷ്ഠയ്ക്ക് വഴിയായതെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. പരമഭക്തനായ പണിക്കർ പിന്നീടുള്ള കാലം അമ്മയെ പൂജിച്ച് കഴിയുകയും ഒടുവിൽ യോഗീശ്വരനായി മാറുകയും ചെയ്തു അത്രേ. മാർത്താണ്ഡവർമ്മയുടെ ആരാധനാമൂർത്തിയായ ദേവിയെ കാണാൻ മഹാരാജാവ് മാസത്തിലൊരിക്കൽ ക്ഷേത്രത്തിലെത്തുമായിരുന്നു. നഗരത്തിൽ നിന്നും വരുന്നവർ പടിഞ്ഞാറേ നട വഴിയാണ് അമ്പലത്തിൽ പ്രവേശിക്കുക. ക്ഷേത്രത്തിനോട് അടുക്കും തോറും വിസ്മയകരമായ കാഴ്ചകളാണ് ഭക്തരെ കാത്തിരിക്കുന്നത്. വർണ്ണപ്രഭയിൽ തെളിയുന്ന ബിംബങ്ങൾ, വലിയ ഗോപുരങ്ങൾ, മതിലുകൾ പോലും ആകർഷണമുള്ളതാണ്. അതിലൊന്നിൽ ഗീതോപദേശം ചെയ്യുന്ന ഭഗവാന്റെയും അർജുനന്റെയും ചിത്രങ്ങൾ, കടഞ്ഞെടുത്ത ചന്ദനത്തടി പോലെ മതിലിൽ പറ്റിപ്പിടിച്ചു വളരുന്ന വടവൃക്ഷത്തിന്റെ വേരുകൾ, ശില്പചാതുര്യം വിളങ്ങുന്ന തൂണുകൾ, കോവിൽ മണ്ഡപങ്ങൾ, ഭക്തിഭാവം തൊഴുമ്പുന്ന ബിംബങ്ങൾ എന്നിവയാൽ ഭക്തരെ ആത്മീയ നിർവൃതിയിൽ ആറാടിക്കും തൊഴുവൻകോട് ദേവീക്ഷേത്രം. ചാമുണ്ടേശ്വരിയും മോഹിനി യക്ഷിയമ്മയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദേവതകൾ. കൂടാതെ ഗണപതി, യോഗീശ്വരൻ, വീരഭദ്രൻ, ഭൈരവൻ, കരിങ്കാളി, ദേവി, തമ്പുരാൻ, ഗന്ധർവൻ, യക്ഷിയമ്മ, നാഗർ, മറുത, ഭുവനേശ്വരി, ദുർഗാദേവി, ബ്രഹ്മരക്ഷസ്, കൂടാതെ നവഗ്രഹ പ്രതിഷ്ഠയും കന്നിച്ചാവും തുടങ്ങി ധാരാളം ഉപദേവതമാരും ഈ ഒരു ക്ഷേത്രത്തിലുണ്ട്. രാവിലെ 5:30 നട തുറന്നാൽ ഉച്ചയ്ക്ക് 12 മണിവരെയും വൈകിട്ട് 4:30 തുറന്നാൽ 8 മണിവരെയുമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനമുണ്ടാവുക. ശത്രു സംഹാരാർച്ചനയ്ക്ക് പേര് കേട്ടതാണ് ഈ ഒരു ക്ഷേത്രം. അതുപോലെ സഹസ്രനാമാർച്ചനയും നവഗ്രഹാർച്ചനയും പ്രധാന വഴിപാടുകളാണ്. ഗണപതിക്കും നാഗർക്കും പ്രത്യേകം അർച്ചനകളുണ്ട്. മംഗല്യ പുഷ്പാർച്ചനയും പൊങ്കാല നൈവേദ്യവുമുണ്ട്. അതിനു പുറമെ കോഴിയും ആടും പശുക്കുട്ടിയും നേർച്ചയായി ഈ ഒരു ക്ഷേത്രത്തിൽ സ്വീകരിക്കും. ഇഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടിയാണ് ഭക്തന്മാർ അത്തരത്തിലൊരു വഴിപാട് ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത്. പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിലെ ഉത്സവം പ്രസിദ്ധമാണ്. കുംഭമാസത്തിലെ കാർത്തികയ്ക്കാണ് 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവം നടക്കുക. ഉത്സവകാലത്ത് പകൽ സമയത്ത് ഈ നട അടയ്ക്കാറില്ല. ഈ ദിവസങ്ങളിലെല്ലാം പൊങ്കാലയും അന്നദാനവും ഉണ്ടാകും. അവസാന ദിവസം ഉച്ചയ്ക്കാണ് തിരുപ്പൊങ്കാല മഹോത്സവം നടക്കുക. ഉത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലിയും ഉരുൾ വഴിപാടും ഉണ്ടായിരിക്കും. താലപ്പൊലി നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിനകത്ത് പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നൊരു പ്രത്യേകതയും ഇവിടെയുണ്ട്. ഉത്സവത്തിൻ്റെ സമാപന ദിവസം നടക്കുന്ന ഹാരാർപ്പണത്തിന് വളരെ വലിയ തിരക്കാണ് ഇവിടെ കാണുക. ആരെയും അതിശയിപ്പിക്കും വിധം ബൃഹത്തായ 2 പനിനീർ ഹാരങ്ങൾ മധുരയിൽ നിന്നുമാണ് 2 ലോറികളിലായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. ഹാരഘോഷയാത്രയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും താലപ്പൊലി, മുത്തുക്കുട, ബാൻഡ് മേളം, നെയ്യാണ്ടിമേളം, പുലിക്കളി, കോൽക്കളി, മയിൽ നൃത്തം എന്നിവയുടെയും അകമ്പടിയുണ്ടാകും. അവിടെ നിന്നും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരവാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് ശ്രീകോവിലിന് പ്രദക്ഷിണം വെച്ച് അമ്മയെയും കരിങ്കാളി ദേവിയെയും ഹാരമണിയിക്കുന്നു. അതോടുകൂടിയാണ് ഉത്സവം അവസാനിക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള പൂജ കഴിഞ്ഞ് രാത്രി ഗുരുതിയോടെ നടയടയ്ക്കുകയും ചെയ്യും. ഒരുപാട് പ്രത്യേകതകളാലും ഐതിഹ്യങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിശക്തി സ്വരൂപിണിയായ ദേവീക്ഷേത്രമായ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം.